Welcome to Foot Reflexology. I'm Ash Bush, Certified Foot Reflexology. ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ്, ഒരു ചികിത്സാ രീതിയാണ് ഫുട്ട് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഫുട്ട് റിഫ്ലക്സോളജി ചെയ്യുന്നത് തന്നെ നമ്മുടെ പ്രഷർ പോയിന്റുകൾ മർദ്ദം ചെലുത്തി അതിൽ നിന്നും നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, അഥവാ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫുട്ട് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ നോർമലി നമുക്ക് ടീച്ചേഴ്സ്, അതേപോലെ തന്നെ ഒരുപാട് സമയം നിൽക്കുന്നവർക്കും, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സമയം നിൽക്കുന്ന പോലീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിനും, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്പെട്ട ഒന്നാണ് ഫുട്ട് റിഫ്ലക്സോളജി. കുറേ സമയങ്ങളിൽ നമ്മുടെ ഈ പൊളിറ്റീഷ്യൻസൊക്കെ നമുക്കിങ്ങനെ ജാഥകളിലും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നിന്നിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിലവർക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന കാരണമാണ് സെക്കൻഡ് ഹാർട്ടിൽ നിന്നും കൂടിയാണ് ഫുട്ടിനെ പറ്റി പറയുന്നത്. അപ്പോൾ എല്ലാ നെർവ്സും എൻഡ് ചെയ്യുന്നത് ഏകദേശം 7200 നെർവ്സ് എൻഡ് ചെയ്യുന്നത് ഫീറ്റിനടിയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള നെർവ്സ്, അപ്പോൾ സെൻസറി നെർവ്സൊക്കെ എൻഡ് ചെയ്യുന്നത് ഫീറ്റിനടിയിലാണ്, മോട്ടോർ നെർവ്സ് എൻഡ് ചെയ്യുന്നത് ഫീറ്റിനടിയിലാണ്. ഇത്തരത്തിലുള്ള നെർവ്സിൻ്റെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളും ബ്രാഞ്ചസായി പോകുന്ന ഈ ചെറിയ നാരുകൾ പോലെയുള്ള ഈ ബ്ലഡ് വെസൽസും നമുക്ക് സർക്കുലേഷൻ ഇല്ലാതെ പോകുന്നതാണ് നമുക്ക് ഇത്തരത്തിലുള്ള പെരിഫറൽ ന്യൂറോപ്പതിയോ അതേപോലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല അവിടെ മർദ്ദം ചെലുത്തി അവിടെ പ്രഷർ പോയിന്റിൽ നമുക്ക് ചെലുത്തുമ്പോൾ നെർവ്സിനെ ഉത്തേജിപ്പിക്കുകയോ അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഫ്ലോ കൂടുതലാകാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂറോപ്പതിയിൽ ഏറ്റവും വർക്ക് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫുട്ട് റിഫ്ലക്സ്. അത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇത് കൂടുതലായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ 3 to 5 years ആവും ഒരു ഡയബറ്റിക് ആയിട്ട് വരുമ്പോഴേക്കും. അപ്പോൾ ഈ 3 സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ ഫുട്ട് റിഫ്ലക്സോളജി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾക്ക് റിഫ്ലക്സോളജിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി നോക്കാം. ഒന്നാമത്തെ വരിക്കുന്നത് വെച്ചാൽ ഈ ബ്ലഡിൻ്റെ കോട്ടിംഗ് ആണ്. വെച്ചാൽ പെരിപ്പ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ ഫ്ലോ കൂട്ടാനും ഇത് വളരെയേറെ സഹായകമാണ്. അതേപോലെ തന്നെ റിഫ്ലക്സോളജി തന്ത്രങ്ങൾ നമുക്ക് കാൽവിരലിലൂടെയും പാദത്തിലുള്ള പ്രഷർ പോയിന്റുകൾ ഉത്തേജിപ്പിക്കുന്നതിനാൽ രക്തത്തിൻ്റെ പ്രവാഹം അഥവാ സർക്കുലേഷൻ കൂടുതലായിട്ട് മെച്ചപ്പെടുത്താനും, അതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെ പാദത്തിലുള്ള ചില ആൾക്കാർക്ക് വളരെയേറെ ചൂടും അതേപോലെ ഭയങ്കര വേദനയും അതേപോലെ തന്നെ പ്ലാന്റാർ ഫെസൈറ്റീസ് പോലുള്ള കാലിൻ്റെ മടമ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം സോൾവ് ചെയ്യാൻ ഇത് വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഫുട്ട് റിഫ്ലക്സോളജിയെ പറ്റി ആരും ഇതുവരെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ഫുട്ട് റിഫ്ലക്സോളജി ഇന്ന് പുറമെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെയേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. നാഡികളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കാനും ഇത് വളരെയേറെ എഫക്റ്റീവായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി മൂലം ഉണ്ടാകുന്ന നാഡി ദൗർബല്യത്തിന് റിഫ്ലക്സോളജിയിൽ കുറേ കൂടി ശാന്തതയും അതേപോലെ തന്നെ ഉണർവും എല്ലാം നമുക്ക് കിട്ടാനുള്ള ഒരു വളരെയേറെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ളതാണ് ഈ ഫുട്ട് റിഫ്ലക്സോളജി ചെയ്യുന്നത്. ശരിക്കും ഫുട്ട് റിഫ്ലക്സോളജി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് തന്നെ അറിയാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ സ്ട്രെസ്, ആങ്സൈറ്റീസ് ഇവയെല്ലാം കുറയ്ക്കാൻ ഇതിനോട് ചേർന്ന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ്. റിഫ്ലക്സോളജി ചികിത്സ ശരീരത്തിന് ആഴത്തിലുള്ള നമുക്ക് ഒരു റിലാക്സേഷൻ നൽകുന്നതിനാൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കാനും അതേപോലെ രക്തത്തിലെ ഡയബറ്റിക് പഞ്ചസാര ഈ നിലനിർത്താനും സഹായകരമാണ് ഈ ഫുട്ട് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ശരിക്കും പറഞ്ഞാൽ ചില ടയർഡ്നെസ്സും അതേപോലെയുള്ളതും വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങ് മാറ്റാൻ പറ്റുന്നു. ശരീരത്തിലെ ഊർജ്ജ സഞ്ചാരം എന്ന് വെച്ചാൽ അതിൻ്റെ സന്തുലിതം വെച്ചാൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആദ്യമേ പറയാറുണ്ട്, ഇത്തരത്തിലുള്ള ബാലൻസ് ചെയ്യാൻ ഈ ഫുട്ട് റിഫ്ലക്സോളജി സാധ്യമാണെന്നുള്ളത്. അതുപോലെ പ്രഷർ പോയിന്റിലൂടെ ശരീരത്തിലെ എനർജി ഫ്ലോ എന്ന് വെച്ചാൽ നമുക്ക് ഈ എനർജി ഫ്ലോ നമുക്ക് ബാലൻസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി നമുക്ക് മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ നമുക്കുണ്ടാകുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റിലൂടെ ഈ മാറാൻ പറ്റും. ഇത് കോഴ്സുകളായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ കോഴ്സിലേക്ക് പോകാം. അപ്പോൾ അതുപോലെ തന്നെ ഡയബറ്റിക് രോഗം സാധാരണ ഉണ്ടാകുന്ന കാലിലെ ഈ ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ പൊള്ളൽ പോലെ വെച്ചാൽ നമുക്കൊരു ഭയങ്കരമായിട്ട് ഒരു വെച്ചാൽ ഒരുതരം പൊള്ളൽ പോലെയുള്ള വേദനയും അതുപോലെ മുറിവ് അതുപോലെ ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കത് പരിഹാരമാണ്. ചില ആൾക്കാർ കാല് നിലത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ കൂടുതലും വരുന്നത് ഈ കൂടുതൽ സമയം സ്റ്റാൻഡ് ചെയ്തിട്ട് നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഇതെല്ലാം. ഒന്നാമത് പോലീസുകാർക്ക് ഇത് ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പൊളിറ്റീഷ്യൻസിന്, ഈ പൊളിറ്റീഷ്യൻസ് എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് കാലം ഇങ്ങനെ നടക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവർ ഒരുപാട് സ്റ്റാൻഡ് നിൽക്കുന്നത് കൊണ്ടും ഇത്തരത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന ആർക്കൊക്കെയാണോ അവർക്കൊക്കെ ഈ ഫുട്ട് റിഫ്ലക്സോളജിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരും ഫുട്ട് റിഫ്ലക്സോളജി ഒന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്യാൻ പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫുട്ട് റിഫ്ലക്സോളജി.